السلام عليكم ورحمة الله وبركاته. സ്നേഹം നിറഞ്ഞ സയ്യിദന ശൈഖന ഹാസിം ബാഫക്കി തങ്ങൾ, സമസ്ഥാന ജമിയത്തുൽ ഉലമായുടെ മുഷാവറംഗമായ ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിന് മർമോനുമായ അബൂബക്കർ ശൈഖന അബൂബക്കർ ഉസ്താദ് അവറുകൾ, അതേപോലെ താഹ സഹദി ഉസ്താദ്, അസ്രഫ് സക്കാഫി ഉസ്താദ്, അതുപോലെ സ്റ്റേജിലുള്ള ഉസ്താദന്മാരെല്ലാവരും, അതുപോലെ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ഭാരവാഹികൾ, അതുപോലെ കൂടിയ എല്ലാ ഹിരിയ കിരിയ ആൽമാർ, വലിയങ്ങ ചെറിയങ്ങ, റായത്തങ്ങ പറായത്തങ്ങ. എനിവിടെ പ്രസംഗിക്കരുത്, അധിക പ്രസംഗമായിട്ടിക്കരുത്, സമയമെല്ലാം കുറേ നീണ്ടുപോയിട്ട്. മാത്രമല്ല, ഞങ്ങളെ കേരളത്തിൽ വന്ന് വണ്ടൂർ ഉസ്താദന്മാർക്ക് ഇപ്പോൾ വണ്ടിക്ക് പോകും സമയമായതുകൊണ്ട് ഉപേനുമായ ഞങ്ങൾ വെച്ചുണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ പ്രസംഗ ബേനുണ്ടില്ല. ബഹുമാനപ്പെട്ട ഹാസിം തങ്ങളെ പ്രസംഗവും അബൂബക്കർ ഉസ്താദ് പ്രസംഗവും ഞങ്ങളെ റായത്തെ ഉസ്താദായ താഹ സഹദിര പ്രസംഗവും, അതുപോലെ ബാക്കിയുള്ള ഉസ്താദന്മാരെല്ലാം പലക്ക പറഞ്ഞതിൽ നല്ല സാർവത്തായ വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല വിഷയ പള്ളി അദബും താഹ ഉസ്താദ് പലരെ സംബന്ധിച്ച് ഞങ്ങൾ റായത്തങ്ങോ ബേനുവായ പോലെമേ റായത്തയാലായ ഉസ്താദ് പള്ളിയുടെ കുറേ അതുപോലത്തെല്ലാം സംബന്ധിച്ചെല്ലാം ചൊന്തു. ഇങ്ങനത്തെ പലതും ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയപ്പോൾ അത് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് ഈ അള്ളാഹു അതനുസരിച്ച് ജീവിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ മഹീദ്ദീൻ ജമാ മസ്ജിദ് ജമാഅത്തുകാരായ ഞങ്ങൾക്കും ജമാഅത്തുക്കും ജുമാഅത്തുക്കും പള്ളിയിൽ പക്കമയ്യാവാണ്ടാവുമ്പോൾ പള്ളി വെളിയാക്കും നിർബന്ധമായി വന്നപ്പോൾ, നിവൃത്തിയില്ലാണ്ടായി വന്നപ്പോൾ ജമാഅത്തുകാരും കമ്മിറ്റിക്കാരും തീരുമാനം അനുസരിച്ച് അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കിയിട്ട് എന്തെങ്കിലും ഒരു കയ്യിലൊരാദായം ഉണ്ടായിട്ടല്ല തുടങ്ങിയ ഞങ്ങളുടെ പള്ളിയുടെ കാര്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നല്ല റാഹത്തുള്ള, നല്ല അലങ്കാരമുള്ള, നല്ല സന്തോഷത്തോടു കൂടി നോക്കുള്ള ഒരു ഭവന അള്ളാഹുവിൻ്റെ ഒരു പള്ളി അള്ളാഹു നമുക്ക് തന്ന അള്ളാഹു ചെയ്ത വലിയ ഒരു നിഅമത്തായിട്ടിക്കരുത് ഇത്. കമ്മിറ്റി അതുപോലെ പറായത്തങ്ങളും വലിയ റായത്തങ്ങളെയും പറായത്തങ്ങളെയും വലിയ സഹായ സഹകരണത്തോടു കൂടെ ഈ കാണ്ടവിടത്തോളം അള്ളാഹു തആല നമുക്ക് എത്തുവാട്ടി തന്ന ഈ പള്ളിയിൽ പല ആൾക്കാരും പല നിലക്കുള്ള സാധനങ്ങളെല്ലാം, വലിയ ബലമേറിയ സാധനങ്ങളെല്ലാം ഓരോന്നും ഞങ്ങളെ മുട്ട പോയിട്ട് ഈ കമ്മിറ്റി അംഗം പോയിട്ട് പലതും ചെന്നപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചിട്ട് യാതൊരു മുടക്കവും ഇല്ലാണ്ട് നല്ല റാഹത്തുള്ള സംഭാവനകളെല്ലാം ഞങ്ങൾ സഹകരിച്ചിരാറ്. പൈസ കൊണ്ട് സഹകരിച്ചിരാറ്, വലിയ വലിയ സംഖ്യ തന്നിട്ട് സഹകരിച്ചിരാറ്. അതേപോലെ ഇരുമ്പ്, കല്ല്, ജല്ലി, പൊയ്യ, സിമൻറ്റ്, വയറിങ്, POP, കാർപ്പറ്റ്, ടൈൽസ്, AC, ടേപ്പ്, ഇങ്ങനത്തെ എല്ലാ സാധനങ്ങൾ ഓരോരുത്തമേ തന്നതുണ്ട്. ഇങ്ങനെ പലതും തന്നെ സഹകരിച്ച ആൾമാർ എത്രയുമുണ്ട്. റഹ്മാനും റഹീമായ രാജസീദായ അല്ലാഹ് എന്തെങ്കിലും ഒരു മനസ്താപം ഉണ്ടായിട്ട് ഞങ്ങൾ പോയേക്ക് ബേനുമായിട്ട് ഒരു മുലാജി ബേനുമായിട്ട് തന്നിട്ടല്ല, നല്ല റാഹത്തോടുകൂടെ മനസ്സറിഞ്ഞിട്ട് നല്ല ഞങ്ങളെ സ്വീകരിച്ചിട്ട് തന്ന സംഭാവനകളായിട്ട്
റഹ്മാനും റഹീമായ രാജസീതായ അള്ളാഹ് അങ്ങനെ ദുനിയവിയും ഉഹ്റവിയായ അങ്ങ് ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടിയായ പ്രതിഫലം നൽകുക റഹ്മാനെ. നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കൊടുത്ത നിഅമത്തിൽ നീ ഊരിക്കലയല്ല റഹ്മാനെ, ദായിമിയാക്കണേ അള്ളാഹ്. ഈ മഹല്ല് വെറും പാവപ്പെട്ട ഒരു മഹല്ലായിട്ട് ജുമായില്ലാന്ത് ജുമാഅത്തേക്ക് ആവശ്യം വന്നപ്പോൾ താജുൽ ഉലമാ സദഖത്തുൽ ഉസ്താദിനെ കൊണ്ടുവന്നിട്ട് ജുമാ നിർത്തിയ ഒരു മഹല്ലായിട്ട് ഇത്. ആ സദഖത്തുൽ ഉസ്താദ് വലിയ മഹാനായിട്ട്, വലിയ ആലിമായിട്ട്, വലിയ പണ്ഡിതനായിട്ട് എല്ലാവരും സമ്മതിക്കുന്ന പോലെ ആറായിട്ട് അയാൾ അദ്ദേഹം മഹാനവറുകൾ വയസ്സായ കാലത്ത് പല പ്രാവശ്യം ഈ പക്കത്ത് ഈ മഹല്ലിക്ക് വന്നിട്ട് ലാസ്റ്റിക്ക് വന്നപ്പോൾ പള്ളിക്ക് പത്തവ് തീരാൻ കുരിശ് വെച്ചിട്ട് ജാല് വെച്ചിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് ഈ രായത്തെ വിജയത്തിന് വേണമായിട്ട് ദ്വാർന്നിട്ട് പോയിട്ട് അതിൽ പിന്നായിട്ട് ഈ മഹല്ലിക്ക് വലിയ നേട്ടവും ബർക്കത്തും ഇസ്സത്തും ദീനീ സ്ഥാപനങ്ങളായ മദ്രസയും പള്ളി ദർസും ഉയർച്ചയ്ക്ക് കാരണാണ്ട് റായത്തങ്ങമേ ഇണ്ടുകും ചൊന്നുകൊണ്ടുള്ള അതങ്ങനെ അനുഭവത്തിൽ അങ്ങ് അനുഭവപ്പെട്ട ഒരു കാര്യമായിട്ട് കയറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ തോറും അള്ളാഹു അതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതേപോലെ സദഖത്തുല്ലാഹ് മഹാനായ സദഖത്തുൽ ഉസ്താദ് സ്നേഹിച്ച റായാണ്ട് കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദിൻ്റെ കൂടെ ബണ്ടത് അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് ഡോക്ടർമാർ യാത്ര വിരോധിച്ചത് കൊണ്ട് മഹാന്മാരായിരിക്കുന്ന തങ്ങളെയും ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദ് മർമോണും സമസ്ഥാന ജംഇയ്യത്തുൽ ഉലമാത്തെ മുഷാവറുമായ അബൂബക്കർ ഉസ്താദ് ഇവിടെ കടത്തിരാറ്. ആ മഹാന്മാരായ ആ ശിഷ്യന്മാർ ഇപ്പോൾ എത്രയോ ഈ രണ്ടു പേരും കൂടെ വന്നത് വലിയ പുരുഷത്തിന്നിട്ട് വന്നിട്ടല്ല, വലിയ ഉത്തരവാദിത്തമുള്ള ആൾമാരായിട്ട് കരാറ് എല്ലാം വിട്ടിട്ടു ഈ രായത്ത് ആ സദഖത്തുൽ ഉസ്താദ് സ്നേഹക്കാരൻ കൊണ്ട് അയാൾ സ്നേഹിച്ച റായ ചെന്നിട്ട് ഇവിടെ അങ്ങ് വന്നിട്ട് അള്ളാഹു താല ദീർഘായുസും ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകട്ടെ. അതേപോലെ റഹ്മാനും റഹീമായ രാജസീതായ അള്ളാഹ് ഞങ്ങളെ ഈ പള്ളിക്ക് വലിയ ബലവേണ്ട സാധനങ്ങളെല്ലാം തന്നെ സഹകരിച്ച, പൈസ കൊണ്ട് സഹകരിച്ചങ്ങ, അതേപോലെ തടി കൊണ്ട് സഹകരിച്ചങ്ങ, ഇതെല്ലാം മുറിഞ്ഞു പോവാത്ത, കരിഞ്ഞു പോവാത്ത, മുങ്ങിപ്പോവാത്ത അജാരിയായ സദഖയിൽ നീ പെടുത്തനെ റഹ്മാനെ. കൊടുത്ത നിഅമത്തിന് ദായിമിയാക്കുകയും ചെയ്യണേ റഹ്മാനെ. അതേപോലെ വെറുതെ ഗൗഡ പറായത്താവട്ട് റായത്താവട്ട് ഇതൊക്കെ അധ്വാനം വേണ്ടി, അതേപോലെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ കമ്മിറ്റിക്കാർ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, മെമ്പർമാർ ഈ പള്ളിയുടെ സ്വര തുടങ്ങിയത് മുതൽ ലാസ്റ്റ് തോളം സ്വന്തം കാര്യങ്ങളെല്ലാം വിട്ടു മടക്കിയിട്ട് ജാവും പോലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ്. അത്രത്തോളം അധ്വാനിച്ചത് കൊണ്ട് ഐറ്റിക്കർ ഇത് ഇത്ര വേഗം ആയിത്തീരവുള്ള കാരണം ഇതിൽ തുടങ്ങേണ്ട സമയത്ത് എന്തുകൂടെ ഇല്ല. പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, പിന്നെ സെക്രട്ടറി കയ്യിൽ ഒരു സുത്തയുണ്ട്, പിന്നെ ഒരു ആളെ കയ്യിൽ, ഒരു മെമ്പറുടെ കയ്യിൽ ഒരു പ്ലേറ്റ് ഈത്തപ്പാലയും. അങ്ങനത്തെ അവസ്ഥയിലായിട്ട് ഇതിൽ തുടങ്ങിയത്. അങ്ങനെ ഈ അധ്വാന ആദര തുടക്കം മുതലേ ധാരാളം അധ്വാനിച്ചത് കൊണ്ട് അള്ളാഹു തആല വിശാലമായിരിക്കുന്ന ഇങ്ങനത്തെ ഒരു പള്ളിക്ക് കാരണമായിട്ട് തീർന്നു. റബ്ബെ അങ്ങനെ അധ്വാനം സ്വീകരിക്കണേ റഹ്മാനെ. പഠിച്ചവനെ പഠിപ്പില്ലാത്തത് കൊണ്ട് എന്തെങ്കിലും യാരക്കുറവ് വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഖിദ്മത്തില ഇതിക്ക് പോയിട്ട് അധ്വാനത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നീ ബാത്തിലാക്കി കരയല്ല റഹ്മാനെ. റഹ്മാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂൽ ചെയ്യണേ റഹ്മാനെ. അങ്ങനെയും അങ്ങനെ കുടുംബത്തിലും ഉള്ള പല രോഗികളുള്ള റഹ്മാനെ നീ ശിഫിയാക്കണേ അല്ലാഹ്, ശിഫിയാക്കണേ റഹ്മാനെ. അത് ആ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട നണ്ടി നീ പെടുത്തണേ റഹ്മാനെ. ഇതിരെ ദുനിയവിയും ഉഹ്റവിയായ വിജയത്തുകൊള്ളവർ കാരണമാക്കി തീർക്കണേ റഹ്മാനെ. പിന്നെ പ്രത്യേകിച്ച് എന്തിനെങ്കിൽ ഈ പള്ളിക്ക് കുട്ടിയടിക്കുമ്പോൾ ഇന്ന് കുറേ ആൾമാർ പള്ളി പൂർത്തിയാകുമ്പോൾ പള്ളി വെക്കലാകുമ്പോൾ ഇവിടെ കാണില്ല. ഞാനിവിടെ വന്നാൽ പിന്നെ
ഈ പള്ളികൾ ഹിദമത്തെടുത്ത് കുറേ ആൾമാരുള്ള നല്ല ആത്മാർത്ഥമായി ഹിദമെടുത്ത ആൾമാർ ഞങ്ങളെ സുബൈദ ബുക്കറാക്ക, അതുപോലെ ഇസ്മായിലാക്ക, അബൂബക്കർ ഹാജി, ത്രീമൻസ് അബൂബക്കറാക്ക, ഉമർ ഹാജി, ഇങ്ങെല്ലാം ഈ പള്ളിയുടെ പ്രസിഡൻ്റായിട്ട് പല ഹിദമത്തെടുത്ത ആൾമാർ. അതേപോലെ കുറേ വയസ്സന്മാരെല്ലാം ഈ പള്ളി കുട്ടിയടിക്കുമ്പോൾ ഈ പള്ളി പൂർത്തിയാകുന്നില്ല. ഒരേ ഹിരിയ ആത്മാകരെല്ലാം മറിച്ചു പോയിടാറ്. റഹ്മാനും റഹീമായ രാജസീതായ അല്ലാഹ് അങ്ങനെ ഖബർ നീ സ്വർഗത്തോപ്പാക്ക് റഹ്മാന്, വിശാലമാക്ക് റഹ്മാന്, പ്രകാശിപ്പിക്ക് റഹ്മാന്, സ്വർഗീയ നിഅമത്തുകൾ കൊണ്ട് നീ നിറക്കണേ റഹ്മാന്. പഠിച്ചവനെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കമ്മിറ്റിക്കാർ അങ്ങക്ക് നീ ഇനിയും ദീനീയ ഖിദ്മത്ത് ഉപയോഗമായിട്ട് അങ്ങനെയും ഞങ്ങളെയും ആയുസ്സിനെ നീ നീറ്റി തരണേ റഹ്മാന്. പഠിച്ചവനെ ദീനിയായ കാര്യങ്ങളെ കൊണ്ട് ഞങ്ങളെ ഈ റായത്തെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാൻ. പഠിച്ചവനെ റഹ്മാനും റഹീമായ രാജസീതായ ഉസ്താദുമാർ ആലിമീങ്ങളുടെ ഉപദേശം അനുസരിച്ച് ജീവിക്കുമ്പോഴിരിക്കുന്ന മനസ്ഥിതി ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ നൽകണേ റഹ്മാന്. ഇതുപോലെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാന്. ദ്വാരന്നോണ്ട് നൻ്റെ ചെറിയ പലക്കഥ നിപ്പാട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.